खाने पीने के जितने भी गाना है ಹೆಸರು ನಿನ್ನ ಹೆಸರೇನು? ಟೀ ಆಯ್ತಾ? ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ഇങ്ങനെയാണ് നന്നായിട്ട് ആഘോഷിച്ചോ? പിന്നെ നമ്മളും അൽഹംദുലില്ലാ ഇവിടെ പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ ഇങ്ങനെ സേമിയ പായസമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പെരുന്നാൾക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നത്. പിന്നെ അതും ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇതെല്ലാം തലേ ദിവസം ചെയ്ത് പേസ്റ്റാക്കി വെക്കുന്നില്ല. പേസ്റ്റാക്കി വെച്ചാൽ ബിരിയാണിക്ക് എന്തോ രുചി കുറവ് പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്ത് വെക്കൽ. അതുപോലെ ഉള്ളിയൊന്നും അരിഞ്ഞ് വെക്കില്ല, ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങാം കേട്ടോ, ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. खाने पीने के जितने भी गाना है फौरन बाहर निकल लो. അപ്പോൾ ഇത് മൈസൂർ മീന ബസാറിലാട്ടോ. ഈ ഒരു ഭയങ്കര തിരക്കായിരിക്കും അവിടെ. നമുക്ക് കുട്ടികളെയും കൊണ്ടും അതുപോലെ തന്നെ ബാഗും ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെല്ലാം സൂക്ഷിക്കണം എന്ന് അവരിങ്ങനെ അനൗൺസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഭയങ്കര തിരക്കായത് കാരണം നമുക്ക് നടക്കാനും പോലും ഒഴിവുണ്ടാവില്ല, അത്ര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചാൽ എനിക്ക്. പിന്നെ ഞാൻ ശരിക്കും പെരുന്നാളിൻ്റെ രാവിലെ ഇല്ലേ ആ ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കിലായിരുന്നു. ഞാൻ കുറച്ച് അധികം ഗസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാൻ അതിൻ്റെ സേമിയ ഒന്ന് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് രാവിലത്തെ ഈദിൻ്റെ അന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ഇതാ പാല് ഒക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേണമെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ വേറെ ആക്കിയിട്ടിടാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല, കുറച്ചധികം വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും എൻ്റെ മറ്റേ ചാനലിൽ കേട്ടോ. ഈ ഒരു ചാനലിൽ ഞാൻ ഈദ് വ്ളോഗ് ഇട്ടിട്ടുണ്ടാവില്ല. അതിൽ കാണുന്നവർക്ക് അറിയുണ്ടാവും ഞാൻ ഈ ക്യാരറ്റ് മക്രോണി പായസമായിട്ട് അധികം ഉണ്ടാക്കുക പെരുന്നാൾക്ക്. ഇവിടെ എല്ലാവർക്കും അതിഷ്ടം. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ സേമിയ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു പെരുന്നാൾക്ക്. അപ്പോൾ അൽഹംദുലില്ലാ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് ചിക്കൻ ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 2 തരം ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, ചിക്കനും ബീഫും ആക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് മൈസൂർ ഞങ്ങളിവിടെ വരുന്ന ചില ആൾക്കാർ ബീഫ് കഴിക്കൂല, അപ്പോൾ അതുകൊണ്ട് കേട്ടോ 2 ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ബിരിയാണിക്കും വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ വറുത്തെടുത്ത് മസാലയൊക്കെ ആക്കി. ഇതൊക്കെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഇടാൻ കേട്ടോ. നല്ല ടേസ്റ്റിലാണ്, അടിപൊളി സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണി വെച്ചിൻ്റെ ഉമ്മയൊക്കെ വെക്കുന്ന പോലെ നമ്മൾ ആദ്യമൊക്കെ ചിക്കൻ വേവിക്കാണ്ട് വെക്കില്ല, ആ ഒരു രീതിയിലാട്ടോ ബിരിയാണി വെച്ചിരുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാം. ഇത് നല്ല തിരക്ക് പിടിച്ചിരിക്കുന്ന ടൈമായിരുന്നു ഈ ഒരു സമയം. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇത് കാണിക്കാത്തത്. പിന്നെ ഞാനിതാ ബിരിയാണിയെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിനിടയിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്കൊന്നും അങ്ങനെ വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ അവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ടൊന്ന് പോകുന്നുണ്ട്. ദൂരെ എവിടെയെല്ലാം മൈസൂർ തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ മൈസൂർ നമുക്ക് ഒരുപാട് ഗസ്റ്റ് എല്ലാം വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ പുറത്ത് നമ്മളെ ഫ്രണ്ട്സുകളെ വീട്ടിലെല്ലാം പോകാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്കും കൂടെ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പാർക്കിലൊന്ന് പോകുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും കൂട്ടിയിട്ട് പാർക്കിലൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല രസമുള്ള കാഴ്ചകളാട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കരഞ്ചി ലേക്കിൽ വന്നാട്ടോ ഞങ്ങൾ ഈ ഒരു പാർക്കിൽ. അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു പാർക്കിലാക്കി കഴിഞ്ഞാൽ മതി, അവർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഒരു ലൈക്കിൻ്റെ സൈഡിലൊക്കെ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മളവിടെ കൊടുക്കുന്ന പൈസക്ക് വേർത്താട്ടോ ഈ ഒരു പാർക്ക് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നവർക്ക് കേട്ടോ. കാരണം ഇവിടെ ബോട്ടിംഗ് ഒക്കെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ബേർഡ്സിനെല്ലാം കാണാനുണ്ട്. അതൊന്നും ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഷീ റൂട്ട്സ് എന്ന ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഇതാ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്, അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതാ ഈ ഒരു പാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മളെ ഷീ റൂട്ട്സ് എന്നുള്ള ചാനലിടാം കേട്ടോ. അതെൻ്റെ ട്രാവലിങ്ങും വ്ളോഗൊക്കെ ഉള്ളൊരു ചാനലാട്ടോ. ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പാർക്കിനെ കുറിച്ച് പറയാനുണ്ട്, അപ്പോൾ അതുകൊണ്ടാട്ടോ അത് ഞാൻ മറ്റേ ചാനലിടാം കേട്ടോ. അതിൽ നമ്മൾ മൈസൂർ പോകുന്ന ആൾക്കാർക്കും അതുപോലെ ഊട്ടിയിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന റൂമിൻ്റെ വീഡിയോസും ട്രാവലിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അല്ലാതെ ആൾക്കാർക്കും കാണാം. പിന്നെ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, എങ്ങനത്തെ വീഡിയോ ഇഷ്ടം ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസിൽ മാറ്റം വരുത്താവേ. ഇനി മൈസൂരിൽ നിന്നുള്ള വേറെ ടൈപ്പ് വീഡിയോസാണോ വേണ്ടത്, ചിലർക്ക് ഉണ്ടാവില്ലേ മൈസൂരിൽ നിന്നുള്ള വ്ളോഗാണ് ഇഷ്ടം എന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. കൊത്തും. ഓ ಈ ಹೆಸರು ನಿನ್ನ ಹೆಸರೇನು? ಪರಮೇಶ್. ಟೀ ಆಯ್ತಾ? ಏನಿದು ವೈಟ್ ಪಿಕಾಕ್, ಡವ್, ಪ್ಯಾರೆಟ್, ರೆಡ್ ಜಂಗಲ್ ಫಾಲ್, ಬ್ಲ್ಯಾಕ್ ಸ್ವಾನ್ ಆ ಎಲ್ಲ ಇರುತ್ತೆ.